ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി മാത്തമാറ്റിക്സ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ എന്താണ് ട്രാൻസ്ഫർമേഷൻ, അതുപോലെ തന്നെ ലീനിയർ ട്രാൻസ്ഫർമേഷൻ, എപ്പോഴാണ് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ ആവുക, അതിന്റെ ചെറിയൊരു ഡെഫിനേഷൻ ആയിരുന്നു അല്ലേ, ഓർത്തോഗണൽ മെട്രിക്സ്. അതിന്റെ എക്സാമ്പിൾസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പാർട്ട് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ ബാക്കിയുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ എക്സസൈസും. ഈ തന്നിട്ടുള്ള മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണോ? പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? ദാറ്റ് ഈസ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. എന്താണ് എ ട്രാൻസ്പോസ്? ദാറ്റ് ഈസ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോൾ ആക്കാം. ദാറ്റ് ഈസ് 1/√10, നെക്സ്റ്റ് 0, നെക്സ്റ്റ് -3/√10. സെക്കൻഡ് റോ 3/√10, again 0, again that is സെക്കൻഡ് റോ ആണ് അല്ലേ, 1/√10. ഇനി തേർഡ് റോ ദാറ്റ് ഈസ് 0, -1, 0 അല്ലേ. ഇതാണ് നമ്മുടെ എ ട്രാൻസ്പോസ്. ഇത് രണ്ട് ജസ്റ്റ് ഒന്ന് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുക? ദാറ്റ് ഈസ് ഇൻഡു ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് 1/√10, 0, -3/√10, നെക്സ്റ്റ് 3/√10, 0, 1/√10, നെക്സ്റ്റ് 0, -1, 0. ഇതേ ഇൻഡു നെക്സ്റ്റ് അടുത്ത മെട്രിക്സ് 1/√10, 3/√10, നെക്സ്റ്റ് 0/0, നെക്സ്റ്റ് ഓക്കെ 0. അടുത്തത് 0, 0, -1, -3/√10, 1/√10, 0 അല്ലേ. എന്താണ് ഇൻഡു ചെയ്യാൻ നമുക്കറിയാം. രണ്ട് മെട്രിക്സ് ഇൻഡു ചെയ്യാൻ നമുക്കറിയാം, സിമ്പിൾ ആണ് അല്ലേ. എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. എന്താണ് നമുക്ക് വരിക? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, കാണാൻ പറ്റുന്നുള്ളൂ, ശരിയാണ്. ദാറ്റ് ഈസ് √10, 1/√10 ഇൻറ്റു 1/√10. എന്ത് നമുക്ക് കിട്ടും? 1/10 എന്ന് കിട്ടും അല്ലേ. ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്താം. ഫസ്റ്റ് എലമെന്റ് 1/10, നെക്സ്റ്റ് 0 ഇൻറ്റു ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതേ ഇൻറ്റു ഇത്, നെക്സ്റ്റ് ഇതേ ഇൻറ്റു ഇത്, നെക്സ്റ്റ് ഇതേ ഇൻറ്റു ഇത് അല്ലേ. എന്നിട്ട് അതെല്ലാം ആഡ് ചെയ്യും അല്ലേ. അപ്പൊ സെക്കൻഡ് എലമെന്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് +0, +0. തേർഡ് എലമെന്റ് 9/10 അല്ലേ. എന്താ നമുക്ക് കിട്ടുക? ദാറ്റ് ഈസ് ഞാൻ ഇതേപോലെ തന്നെ എഴുതാം. അടുത്തത് നമുക്ക് എന്ത് ചെയ്യും? ദാറ്റ് ഈസ് ഈ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളമാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത്. therefore എന്താണ് നമുക്ക് കിട്ടുന്നത്? ദാറ്റ് ഈസ് 1/√10 ഇൻറ്റു 3/√10. therefore നമുക്ക് എന്ത് കിട്ടും? 3/10 എന്ന് കിട്ടും. അടുത്തതോ നെക്സ്റ്റ് 0 ഇൻറ്റു 0, നെക്സ്റ്റോ ദാറ്റ് ഈസ് -3/√10 അല്ലേ. √10 ഇൻറ്റു √10 ദാറ്റ് ഈസ് 10. ഇനി അടുത്ത ടൈം എന്തായിരിക്കും? ഞാൻ ഇതിനെ ഒന്നുകൂടി സിമ്പിൾ ഫോമിലേക്ക് മാറ്റി എഴുതാം കേട്ടോ. ദാറ്റ് ഈസ് ഇവിടെ എന്ത് കിട്ടും? കോമൺ ഡിനോമിനേറ്റർ അല്ലെ. ഇത് ഒന്നും കൂടി ഞാൻ ഇതിനെ അടുത്ത ടേമും കൂടി എഴുതാം. ഓക്കെ, ഒന്നും കൂടി ഞാൻ ഇതിനെ ഒന്ന് ചെറുതാക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്പേസ് കിട്ടും. ഓക്കെ, therefore ഇവിടെയും ചെറുതാക്കി എഴുതാം. ശരിയാണല്ലോ. ഇനി കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇവിടെ അടുത്ത ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം എഗെയിൻ നമുക്ക് എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് 1/, ഇവിടെ തേർഡ് എന്തായിരുന്നു? തേർഡും എറേസ് ചെയ്തിട്ട് ദാറ്റ് ഈസ് ഇവിടെ 0 ആണ്. therefore ഇവിടെ എന്തായിരിക്കും? 1/√10 ഇൻറ്റു 0 ദാറ്റ് ഈസ് 0 പ്ലസ് നെക്സ്റ്റ് എഗെയിൻ 0, എഗെയിൻ എന്ത് കിട്ടും? 0. ശരിയല്ലേ ചെയ്തത്? ഇനി അടുത്തത് ഇവിടെ 3 ഇൻറ്റു ദാറ്റ് ഈസ് 3/10, നെക്സ്റ്റ് +0, -3/√10 അല്ലേ. 10. ഇനി അടുത്ത് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടോ? ദാറ്റ് ഈസ് ഈ റോ ഇൻറ്റു ഈ കോളമാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് ഈ റോ ഇൻറ്റു ഈ കോളം അല്ലേ. അപ്പോൾ -3 ഇൻറ്റു 3, 9/10, ഇവിടെ 0 വരും. ഇവിടെയോ ദാറ്റ് ഈസ് 1/10 അല്ലേ. therefore നമുക്ക് എന്ത് കിട്ടും? 9/10 +0 +1/10. ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ റോ ഇൻറ്റു ഈ കോളാണ്. അപ്പൊ എന്താ കിട്ടുക? ഇതേ ഇൻറ്റു 0, 0 ഇൻറ്റു -1, ഇതേ ഇൻറ്റു 0. എന്താ നമുക്ക് കിട്ടുക? ദാറ്റ് ഈസ് 0 എന്നാണ് കിട്ടുക. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഈ റോ ഇൻറ്റു ഈ കോളാണ്. അപ്പൊ ഇവിടെ നോക്കി 0 ഇൻറ്റു ദിസ്, -1 ഇൻറ്റു ദിസ്, ദാറ്റ് ഈസ് 0. ഏതെങ്കിലും ഒരു സൈഡ് എപ്പോഴും 0 ആണ്. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ഈ റോ ഇൻറ്റു ഈ കോളം, അവിടെ നമുക്ക് 0 ഇൻറ്റു ദിസ്,
-1 ഇൻറ്റു അഗൈൻ 0, ഇതും 0 അല്ലേ? എന്ന് നമുക്ക് ഇവിടെയും 0 ആണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് അഗൈൻ ദാറ്റ് ഈസ് കോളം ഈ റോ ഇൻറ്റു ദിസ് കോളം. ഇപ്പൊ 0 ഇൻറ്റു 0 -1 ഇൻറ്റു -1 നെക്സ്റ്റ് 0 ഇൻറ്റു അഗൈൻ എന്ത് കിട്ടും 0 + 1 ഇൻറ്റു 0. ദെയർഫോർ നമുക്ക് എന്ത് കിട്ടും 1 എന്ന് കിട്ടും അല്ലേ? ഇതാണ് നമുക്ക് കിട്ടുന്ന മെട്രിക്സ്. ദെയർഫോർ ഒന്നുകൂടി സിമ്പിൾ ഫോമിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ദാറ്റ് ഈസ് കോമൺ ഡിനോമിനേറ്റർ. അപ്പൊ ന്യൂമറേറ്റർ ജസ്റ്റ് ആഡ് ചെയ്യാം 10/10 നമുക്ക് എന്ത് കിട്ടും 1 എന്ന് കിട്ടും. ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ? 0 ഇവിടെ 0 0 1 നെക്സ്റ്റ് അഗൈൻ 0 0 0 1 അല്ലേ? അപ്പൊ എന്ത് കിട്ടി? എ ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്തപ്പോ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആണോ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇതും കൂടി നിങ്ങൾ പ്രൂവ് ചെയ്യാം. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം അല്ലേ? എന്തായിരിക്കണം? എ ഇൻറ്റു എ ട്രാൻസ്പോസും എ ട്രാൻസ്പോസിന്റെ എയും ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തോഗണൽ മെട്രിക്സ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു സിമ്പിൾ എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 0 1 -1 0. ഈ ഒരു മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണ് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്താ ചെയ്യണത്? എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഐ കിട്ടണം, തിരിച്ചും എ ട്രാൻസ്പോസ് ഇൻറ്റു എയും എന്ത് കിട്ടണം? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. സ്വന്തമായിട്ട് ചെയ്യലോ? ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 0 ഇൻറ്റു നെക്സ്റ്റ് എക്സാമ്പിൾ ദാറ്റ് ഈസ് ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു 0 1 നെക്സ്റ്റ് 1 0. ഇതും ഓർത്തോഗണൽ മെട്രിക്സ് ആണോ നിങ്ങൾ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് -1 നെക്സ്റ്റ് സി എന്ന മെട്രിക്സ് ദാറ്റ് ഈസ് -1 0 0 0 -1 0 0 0 -1 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു എക്സാമ്പിൾ ദാറ്റ് ഈസ് സി ഡി ഈക്വൽ ടു 0 -1 0 1 0 0 0 0 -1 അല്ലേ? ഈ ഒരു മെട്രിക്സും ഓർത്തോഗണലാണോ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ആണ് എ ഓർത്തോഗണൽ ആണെങ്കിൽ എ ട്രാൻസ്പോസും എന്തായിരിക്കും? ഓർത്തോഗണൽ ആയിരിക്കും. അതുപോലെ തന്നെ എ ഇൻവേഴ്സും ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, എന്താണ് എ എന്ന മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ് ഓർത്തോഗണൽ? എ എന്ന മെട്രിക്സ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഐഡന്റിറ്റി കിട്ടണം. അതേപോലെ എ ട്രാൻസ്പോസ് ഇൻറ്റു എ ചെയ്യുമ്പോഴും ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കണം. ഇങ്ങനെ ഒരു മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അഥവാ എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസും എന്തായിരിക്കും? ഓർത്തോഗണൽ ആയിരിക്കും. അതുപോലെ തന്നെ എയുടെ ഇൻവേഴ്സ് മെട്രിക്സ് ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് മെട്രിക്സും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ആ ഇൻവേഴ്സ് മെട്രിക്സും എപ്പോഴാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക? ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ നോൺ 0 ആണെങ്കിൽ അഥവാ നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെല്ലാം എന്തുണ്ടായിരിക്കും? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ എ ഇൻവേഴ്സും ഓർത്തോഗണൽ ആയിരിക്കും. എ ഓർത്തോഗണൽ ആണെങ്കിൽ എ ഇൻവേഴ്സും ഓർത്തോഗണൽ ആയിരിക്കും. ഇത് രണ്ട് വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ആണ്. ഇത് പ്രൂവ് ചെയ്യാൻ നമുക്കറിയണം. ഒരു പക്ഷേ നമുക്ക് ചോദ്യം വരാം ദാറ്റ് ഈസ് എ ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ പ്രൂവ് ദാറ്റ് എ ട്രാൻസ്പോസ് ആൻഡ് എ ഇൻവേഴ്സ് ആൾസോ ഓർത്തോഗണൽ മെട്രിക്സ്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാം. സിമ്പിൾ ആണ്. എ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് given that A is orthogonal matrix അഥവാ A ട്രാൻസ്പോസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അതേപോലെ A ട്രാൻസ്പോസ് ഇൻറ്റു എയും ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം എന്താണ്? A ട്രാൻസ്പോസ് എന്താണ്? ഓർത്തോഗണൽ മെട്രിക്സ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് എങ്ങനെ പ്രൂവ് ചെയ്യാം? ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഞാൻ ടി എന്ന് എഴുതാം. ഓക്കെ, ഡാഷ് ആണെങ്കിലും ടി ആണെങ്കിലും ഒരേ നൊട്ടേഷൻ ഒരേ ഓർത്തോഗണൽ മെട്രിക്സിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്താ നമുക്ക് പ്രൂവ് ചെയ്യണത്? എ ട്രാൻസ്പോസും എ ട്രാൻസ്പോസിന്റെ ഓൾ ട്രാൻസ്പോസും എടുത്തു കഴിഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കണം. അതേപോലെ അടുത്ത പ്രൂവ് ചെയ്യണം എന്താണ്? എ ട്രാൻസ്പോസിന്റെ ഓൾ ട്രാൻസ്പോസും നെക്സ്റ്റ് എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ മീനിങ്? ദാറ്റ് ഈസ് ട്രാൻസ്പോസ് എന്ന മെട്രിക്സ് ദാറ്റ് ഈസ് ഓർത്തോഗണൽ ആണ് അല്ലേ? അപ്പോൾ എ ട്രാൻസ്പോസ് അതിന്റെ ഇൻറ്റു എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്തായിരിക്കണം? ദാറ്റ് ഈസ് ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പ്രൂവ് ചെയ്യാം.
ദാറ്റ് ഈസ് എങ്ങനെ പ്രൂവ് ചെയ്യാം? സിമ്പിൾ ആണ് അല്ലേ? വെരി സിമ്പിൾ. ദാറ്റ് ഈസ് ഇവിടെ ഒന്നാമത്തത് നമുക്ക് ഇതെടുക്കാം, എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. നമുക്ക് അറിയേണ്ട 2-3 റിസൾട്ട് ഉണ്ട്. എന്താണ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്? ഇതെന്ന് പറയുന്നത് എ ആണ് അല്ലേ? രണ്ടാമത്തത് എന്താണ് എ ബി ഓൾ ട്രാൻസ്പോസ്? ഇതെന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. നെക്സ്റ്റ് എന്താണ് എ ഇൻവേഴ്സ് ഓൾ ട്രാൻസ്പോസ്? ഇതെന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ഓൾ ഇൻവേഴ്സ് ആണ്, ഇതിനോട് ഈക്വൽ ആണ്. ഇനി അടുത്തത് എ ബി ഓൾ ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് അല്ലേ? ഇത് നമുക്ക് അറിയേണ്ട ബേസിക് മെട്രിക്സിലെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് റിസൾട്ടാണ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസിന്റെ ഓൾ ട്രാൻസ്പോസ് വീണ്ടും സെയിം മെട്രിക്സിനായിരിക്കും അല്ലെ? ഒരു പ്രാവശ്യം നമ്മുടെ റോ ഇന്റർചേഞ്ച് ചെയ്തു, റോ ഒക്കെ കോളാക്കി, രണ്ടാമത് വീണ്ടും റോ ഒക്കെ കോളാക്കി കഴിഞ്ഞാലോ നമുക്ക് സെയിം മെട്രിക്സിന് കിട്ടും. എന്താണോ ആദ്യം എഴുതിയുള്ള മെട്രിക്സ് അത് തന്നെ കിട്ടും അല്ലെ? ഇനി എ ഇൻറ്റു ബി രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ഈസ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്താൽ മതി. അപ്പോൾ എ ബി ട്രാൻസ്പോസ് എ ബി ഓൾ ട്രാൻസ്പോസ് എന്തായിരിക്കും? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. ഇനി എ ഇൻവേഴ്സ് ഓൾ ട്രാൻസ്പോസ് എന്തായിരിക്കും? എ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഓൾ പവർ -1 ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്പോസും ഇൻവേഴ്സും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് എ ബി ഓൾ ഇൻവേഴ്സിനും അതേപോലെ ട്രാൻസ്പോസിനെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എ ബി ഓൾ ഇൻവേഴ്സിനെ ഫസ്റ്റ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഈ റിസൾട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പ്രോബ്ലം നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എന്നാണ് പ്രോബ്ലം പറയുന്നത്? എ എന്ന മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ എ ട്രാൻസ്പോസും എന്തായിരിക്കും? ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഓർത്തോഗണൽ മെട്രിക്സ് പ്രൂവ് ചെയ്യണമെങ്കിൽ എ എപ്പോഴാണ് ഓർത്തോഗണൽ ആവുക? ദാറ്റ് ഈസ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഐ ആവണം. മാത്രമല്ല എ ട്രാൻസ്പോസ് ഇൻറ്റു എയും ഐ ആവണം. അപ്പോൾ എ ട്രാൻസ്പോസ് എപ്പോഴാണ് ഓർത്തോഗണൽ ആവുക? അപ്പോൾ എ ട്രാൻസ്പോസും അതിന്റെ ട്രാൻസ്പോസും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഐ കിട്ടണം അല്ലേ? ഇവിടെ അങ്ങനെ ചെയ്യുന്നത്. എ ഓർത്തോഗണൽ ആണെങ്കിൽ എയും അതിന്റെ ട്രാൻസ്പോസും. അപ്പൊ എ ട്രാൻസ്പോസ് ഓർത്തോഗണൽ ആണെങ്കിൽ എ ട്രാൻസ്പോസും അതിന്റെ ട്രാൻസ്പോസും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. തിരിച്ചും ശരിയാണ് അല്ലേ? അത് നമുക്ക് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം നമുക്ക് ഇത് എടുത്തു, ഈ ഒരു ടേം എടുത്തു, ഇത് ഈക്വൽ ടു ഐ കിട്ടണം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ഈ ടേം എടുക്കും, അതും ഈക്വൽ ടു ഐ കിട്ടണം. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? എ എന്താണ്? ഓർത്തോഗണൽ മെട്രിക്സ് ആണ് തന്നിട്ടുണ്ട് അല്ലേ? therefore നമുക്ക് ചെയ്യാം എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? എ ട്രാൻസ്പോസ് ഇൻറ്റു എ വരും. ഏത് പ്രോപ്പർട്ടി? ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലേ? ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഇൻറ്റു, ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് എ ഓർത്തോഗണൽ മെട്രിക്സ് ആയതുകൊണ്ട് ആൾറെഡി ഇത് ഈക്വൽ ആണ് അല്ലേ? therefore ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആയി. സിമ്പിൾ അല്ലേ? ഇനി അതേപോലെ തിരിച്ചും ശരിയാണ് അല്ലേ? അഥവാ എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ദാറ്റ് ഈസ് ഇതും കൂടി നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ? ദാറ്റ് ഈസ് എന്തായിരിക്കും? ഇത് വീണ്ടും എന്താണ്? എ ആണ് അല്ലേ? എ ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇത് ആൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇതാണ്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഐ ആണ്. സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ എ ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ട്രാൻസ്പോസും ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ഇനി സെക്കൻഡ് എ ഇൻവേഴ്സ് നമുക്ക് പ്രൂവ് ചെയ്യണം. എ ഇൻവേഴ്സ് എന്താണ് പ്രൂവ് ചെയ്യണത്? എ ഇൻവേഴ്സ് ഓർത്തോഗണൽ ആവണമെങ്കിൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഓൾ ട്രാൻസ്പോസ് ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. തിരിച്ചും ശരിയാണ് അല്ലേ? ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഓൾ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻവേഴ്സ്, ഇതും ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പാർട്ട്, ഈ ഒരു ടേം മാത്രം എടുക്കാം അല്ലേ? ഈ ടേം മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്നത് എ ഇൻവേഴ്സ്. നെക്സ്റ്റ് ഇത് തിരിച്ചെഴുതാം. ഏത് പ്രോപ്പർട്ടി? തേർഡ് പ്രോപ്പർട്ടി അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഓ അല്ലെ സോറി നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ശരിയാണ്. ഇത് രണ്ടും തിരിച്ചെഴുതാം. ഇത് തിരിച്ച് തേർഡ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് നെക്സ്റ്റ് എ ട്രാൻസ്പോസ് ഇൻവേഴ്സ് എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് നമുക്കറിയാം ഇത് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും തേർഡ് പ്രോപ്പർട്ടി ഫോർത്ത് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് എ നെക്സ്റ്റ് ഓൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓക്കെ. ആദ്യം നമുക്കറിയാം എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സാ. അപ്പൊ ഐഡന്റിറ്റി ഇൻവേഴ്സ് എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയാണ് അല്ലേ? ദാറ്റ് ഈസ് ഐ എന്ന് കിട്ടും. ശരിയാണ്. നമുക്ക് ഈ ഒരു പാർട്ട് കിട്ടി, ഈ ഒരു പാർട്ട് നമുക്ക് കിട്ടി. ഇനി അതുപോലെ ഈ പാർട്ട് പ്രൂവ് ചെയ്യണമെങ്കിലോ
ദാറ്റ് ഈസ് നമുക്ക് ഇതെടുക്കാം അല്ലെ. ഇതെടുത്ത് കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ഓൾ ട്രാൻസ്പോസ് ഇൻറ്റു എ ഇൻവേഴ്സ്. വീണ്ടും നമുക്ക് തിരിച്ച് എഴുതാം അല്ലെ. ദാറ്റ് ഈസ് എ ട്രാൻസ്പോസ് ഓൾ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് എഴുതി. എ ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഇവിടെ എ നെക്സ്റ്റ് എ ട്രാൻസ്പോസ് ഓൾ ഇൻവേഴ്സ് എന്ന് എഴുതി അല്ലെ. ആൾറെഡി നമുക്ക് ഇതും നമുക്കറിയാം, ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അതേ ഇൻവേഴ്സ് വീണ്ടും ഐ എന്നായി. ക്ലിയർ ആണോ? ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഓരോ പാർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ്, അപ്പൊ ഈ ഒരു റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് അത് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ ആ മെട്രിക്സിന്റെ ഇൻവേഴ്സും എന്തായിരിക്കും, ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. അതിന്റെ ട്രാൻസ്പോസും എന്തായിരിക്കും, ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട്, ഒരു മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും, എപ്പോഴും +or-1 ആയിരിക്കും. ഓക്കെ, ഒരു മെട്രിക്സ് ഓർത്തോഗണൽ, എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ്? വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ ആ മെട്രിക്സിന്റെ കൂടെ അതിന്റെ ട്രാൻസ്പോസ് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് വരും. മാത്രമല്ല എ ട്രാൻസ്പോസിന്റെ കൂടെ എ ഇൻഡു ചെയ്ത് കഴിഞ്ഞാലും ഐഡന്റിറ്റി മെട്രിക്സ് വരും. ഇതാണ് എന്ത്, ഓർത്തോഗണൽ മെട്രിക്സ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഇനി ഈ റിസൾട്ട് പറയുന്നത് എന്താണ്, ഒരു മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും, ഒന്നെങ്കിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ -1 ആയിരിക്കും. സിമ്പിൾ ആണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു റിസൾട്ട് അറിയണം. ഡിറ്റർമിനന്റിലെ ഒരു പ്രോപ്പർട്ടി അറിയാം. എന്താണ് ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ബി, രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും, ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തേത് ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസിനും ഡിറ്റർമിനന്റ് ഓഫ് എക്കും ഒരേ വാല്യൂ ആയിരിക്കും. എ എന്ന മെട്രിക്സ് അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1 0 3 -1. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താ, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് -1 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 1 നെക്സ്റ്റ് 3 നെക്സ്റ്റ് 0 -1. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താ, ഇതും -1 ആണ്. പിന്നെ മറ്റൊരു സിമ്പിൾ എക്സാമ്പിൾ 1 2 3 5. ഓക്കെ, 2x2 മെട്രിക്സ് ആണെന്നില്ല, സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ് 2x2 മെട്രിക്സ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു മെട്രിക്സ് ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് 5 -6 ദാറ്റ് ഈസ് -1 അല്ലേ. ഇതിന്റെ ട്രാൻസ്പോസ് എന്താണ്, 1 3 നെക്സ്റ്റ് 2 5. വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, അഗെയിൻ 5 -6 ദാറ്റ് ഈസ് -1 വരും. 3x3 മെട്രിക്സിന്റെ കേസിലും ഇതേപോലെ തന്നെ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പോൾ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ റിസൾട്ട് ഡിറ്റർമിനന്റ് ഓഫ് എ ബി, രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. അപ്പൊ എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും ഇൻഡു ചെയ്തിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. അത് തന്നെ ആയിരിക്കും എന്ത്, ഈ രണ്ട് മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റ് സെപ്പറേറ്റ് ചെയ്ത് വീണ്ടും ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിസൾട്ട് ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ടതാണ്. ഇനി നമുക്ക് അറിയാം എന്താണ് എ എന്ന മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു +1 or -1. എന്താണ് എപ്പോഴാണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാം, ദാറ്റ് ഈസ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ, ഇത് മെട്രിക്സ് ആണല്ലേ, എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ ആണ്. ഐ എന്താണ്, ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 1 ആണ്. അതെല്ലാവർക്കും അറിയാം. ഒരു മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് 1 ആണ് അല്ലെ. 3x3 മെട്രിക്സ് ആണെങ്കിലും 2x2 മെട്രിക്സ് ആണെങ്കിലും 4x4 മെട്രിക്സ് ആണൊക്കെ ഡിറ്റർമിനന്റ് 1 ആണ്. therefore നമുക്ക് എന്ത് എഴുതാം, ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു 1 ആണ് അല്ലെ, അഥവാ ഡിറ്റർമിനന്റ് ഓഫ് ഐ. രണ്ട് സൈഡ് ഞാൻ എന്ത് ചെയ്തു, ഡിറ്റർമിനന്റ് എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ് എന്നാണ് അല്ലെ. ഇവിടെ ഈ ഒരു മെട്രിക്സും ഈ ഒരു മെട്രിക്സും ഈക്വൽ ആണെന്നല്ലേ. അപ്പൊ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ആയിരിക്കും അല്ലെ. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റും ഈക്വൽ ആയിരിക്കും. അപ്പൊ അതാണ് ഞാൻ ഇവിടെ എഴുതിയത്, ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഐ. ഡിറ്റർമിനന്റ് ഓഫ് ഐ നമുക്കറിയാം. എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് ഐ? ഡിറ്റർമിനന്റ് ഓഫ് ഐ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് ഐ എന്ന് പറയുന്നത് 1 ആണ്. എന്താണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ച്? ഒന്നാമത്തെ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച്. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി നെക്സ്റ്റ് ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസും ഡിറ്റർമിനന്റ് ഓഫ് എയും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതിന് പകരം എനിക്ക് എന്ത് എഴുതാം,
ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് തന്നെ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ എന്ന് വരും അല്ലെ. ഡിറ്റർമിനന്റ് ഓഫ് സ്ക്വയർ ഈക്വൽ ടു 1 അല്ലെ. രണ്ടും എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ, ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ എന്ന് വരും. Therefore ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്ക് രണ്ട് സൈഡ് ഈ സ്ക്വയർ അങ്ങോട്ട് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് വരും. അപ്പൊ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 എന്ന് വരും അല്ലെ. റൂട്ട് 1 എന്താണ്? 1 ആണ് അല്ലെ. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 1 എന്ന് വരും. ഇതാണ് നമുക്ക് തെളിയിക്കാൻ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 അല്ലെ. സിമ്പിൾ അല്ലേ? ഒരു പക്ഷേ എക്സാമിന് ചോദിക്കും എ എന്ന മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാരണം തിയറി നമുക്കറിയാം. ഇപ്പോൾ ഷോ ദാറ്റ് ദ ട്രാൻസ്ഫർമേഷൻ, ഒരു ട്രാൻസ്ഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, അത് റെഗുലർ ട്രാൻസ്ഫർമേഷൻ ആണ് എന്ന് തെളിയിക്കണം. എന്താണ് റെഗുലർ ട്രാൻസ്ഫർമേഷൻ? നമുക്ക് ഫസ്റ്റ് അറിയണം. രണ്ടാമത്തെ, റൈറ്റ് ഡൗൺ ദ ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ. സിമ്പിൾ ആണ്. നമുക്ക് ഈ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഷോ ദാറ്റ്, വീണ്ടും ഞാൻ ട്രാൻസ്ഫർമേഷൻ ഒന്ന് എഴുതാം. ദാറ്റ് ഈസ് y1 ഈക്വൽ ടു, ഓക്കെ, that is y1 equal to 2x1 plus ex2 plus x3. അടുത്തത് y2 equal to എന്താണ്? x1 നെക്സ്റ്റ് പ്ലസ് ex2 plus 2x3. അതുപോലെ തന്നെ y3 equal to x1 minus 2x3 അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് എഴുതാം. x1 plus 0x2 minus 2x3 എന്ന് കിട്ടാം. ഓക്കെ, എന്താണ് റെഗുലർ ട്രാൻസ്ഫർമേഷൻ? ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് റെഗുലർ ആണെന്നാണ് അല്ലെ. ഈ ട്രാൻസ്ഫർമേഷൻ റെഗുലർ. അപ്പോൾ പുതിയൊരു കാര്യമാണ്. ദാറ്റ് ഈസ് എന്താണ് റെഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോഫിഷ്യൻ മെട്രിക്സ് ഉണ്ടല്ലോ, തൊട്ടുമുമ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത എ എന്ന മെട്രിക്സ് ഉണ്ടല്ലോ, അതിന്റെ ഡിറ്റർമിനന്റ് 0 അല്ലാതിരിക്കണം, അഥവാ നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം, ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കും. അതെല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന എ, ഇതിന്റെ കോഫിഷ്യൻ മെട്രിക്സ് ഏതാണ്? ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഈ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ y1, ഓക്കെ, എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് y1 നെക്സ്റ്റ് y2 നെക്സ്റ്റ് y3. ദിസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് എ, ദാറ്റ് ഈസ് 2 1 1 നെക്സ്റ്റ് 1 1 2 നെക്സ്റ്റ് 1 0 -2 ഇൻറ്റു എന്ത് എഴുതും? x1 x2 x3. എല്ലാവർക്കും അറിയാം അല്ലെ, നമുക്ക് ഇങ്ങനെ എഴുതാൻ. ദാറ്റ് ഈസ് ഇവിടെ ഈ എ എന്ന മെട്രിക്സ് ഉണ്ടല്ലോ, അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെയാണ് റെഗുലർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഇതിന്റെ ഡിറ്റർമിനന്റ്? സിമ്പിൾ ആണ്. ഡിറ്റർമിനന്റ് 2-3 രീതി ചെയ്യാം. നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു മെത്തേഡ് ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് 2 1 1 ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ ഡയറക്റ്റ് എഴുതാണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 നിൽക്കുന്ന കോളം റോ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കി ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? -2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 2 ഇൻറ്റു -2 -0 -1 ഇൻറ്റു 1 നിൽക്കുന്ന, അഥവാ -1 ഇൻറ്റു 1 നിൽക്കുന്ന കോളം റോ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -2 -4 അല്ലേ. -2 ദാറ്റ് ഈസ് -4 വരും അല്ലെ. -2 എന്ന് എഴുതാം. നെക്സ്റ്റ് പ്ലസ് 1 ഇൻറ്റു 1 നിൽക്കുന്ന കോളം റോ എലിമിനേറ്റ് ചെയ്യണം. ബാക്കിയുള്ള ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് അതെന്തരും? 0 -1. അപ്പൊ ഇങ്ങനെ എഴുതാം 0 -1 അല്ലെ. എന്ത് കിട്ടും നമുക്ക്? 2 ഇൻറ്റു -2 ദാറ്റ് ഈസ് -2 അഗെയിൻ മൈനസ് ഇവിടെ എന്ത് വരും? -4 എന്ന് വരും അല്ലെ. -4 എന്താ കിട്ടുന്നത്? ഇത് എന്തായിരിക്കും? ഓക്കെ, ഇവിടെയും ഉണ്ട് -1 എന്ന് കിട്ടും അല്ലെ. എന്താണ് നമുക്ക് കിട്ടുന്നത്? -2 നെക്സ്റ്റ് +4 നെക്സ്റ്റ് -1. therefore -3 + 4 that equal to 1 എന്ന് കിട്ടും. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ -4 ആണ് വരുന്നത് അല്ലെ. -4. അപ്പൊ -4 + 4 -1 എന്ന് വരും അല്ലെ. -4 പ്ലസ് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -1 എന്നാണ് കിട്ടുക. അപ്പോൾ 0 ആണെങ്കിൽ അതിനെ നമ്മൾ നോൺ റെഗുലർ എന്ന് പറയും. 0 അല്ലെങ്കിൽ അഥവാ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ റെഗുലർ ട്രാൻസ്ഫർമേഷൻ എന്നാണ് പറയുക. മനസ്സിലായല്ലോ? കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് അത് റെഗുലർ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് എഴുതും. മെട്രിക്സ് എടുത്ത് അതിന്റെ ഡിറ്റർമിനന്റ് ചെക്ക് ചെയ്യും. ഡിറ്റർമിനന്റ് ചെക്ക് ചെയ്തിട്ട് അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് റെഗുലർ ആണ്.
ഇനി ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ ചെയ്യാം? സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നമുക്ക് എങ്ങനെ ചെയ്യാം? ദാറ്റ് ഈസ് ആൾറെഡി നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഈ മെട്രിക്സ് അറിയാം നമുക്ക്. ദാറ്റ് ഈസ് y, ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ എഴുതാം, y ഈക്വൽ ടു a ഇൻറ്റു എക്സ്. അപ്പോൾ ഈ എ എന്ന മെട്രിക്സ് അതിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അറിയോ? ഓക്കെ, ആ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ദാറ്റ് ഈസ് എ ഈക്വൽ ടു എ ഇൻവേഴ്സ് എക്സ്, അഥവാ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫർമേഷനെ വിളിക്കുന്ന പേരാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ഈ ബാക്കിയുള്ള ടോപ്പിക് കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാം. ഇതിന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അതേപോലെ ഇതുമായി കണക്ട് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടി നെക്സ്റ്റ് ക്ലാസ് നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾ ക്ലിയർ ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, ഞാൻ വീണ്ടും എന്ത് ചെയ്യാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയുള്ള ടോപ്പിക്സും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.